നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നെല്ലായിയിൽ വാഹനാപകടം, 6 പേർക്ക് പരിക്ക്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, 1.25 കോടി രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കരൂപടന്ന പാലപ്പുറക്കുന്ന് പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തം. കൊടകര ഷഷ്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. പുത്തൂർ മാന്നാമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മുട്ടംകുളം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത്. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത നെല്ലായിയിൽ വാഹനാപകടം, 6 പേർക്ക് പരിക്ക്. പാലക്കാട് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറിന് പിന്നിൽ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കർണാടക സ്വദേശികളുടെ ബസ് ഇടിക്കുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ ദേശീയപാത നെല്ലായി ആനന്ദപുരം വഴിയിലായിരുന്നു അപകടം. സംഭവത്തിൽ ട്രാവലറിലെ ഡ്രൈവർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, 1.25 കോടി രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ സ്വദേശിയിൽ നിന്ന് 1,73,00,000 രൂപ തട്ടിയെടുത്ത പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അൻവറിനെ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് CBI ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 10 വരെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരനിൽ നിന്നും 1,73,00,000 രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇരിങ്ങാലക്കുട കരൂപടന്ന പാലപ്പുറക്കുന്ന് പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തം. മച്ചിങ്ങത്ത് ഷൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഈ സമയം തൊഴിലാളികൾ ആരും ഗോഡൌണിൽ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഗോഡൌണിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ മുഴുവൻ കത്തിനശിച്ചു. ഏകദേശം 1 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നതിനാൽ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിരുന്നു. തൃശൂർ, മാള, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല. അതേസമയം സമീപത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിലെ തീപ്പൊരി പ്ലാസ്റ്റിക്കിലേക്ക് വീണതാണോ അഗ്നിബാധയ്ക്ക് കാരണമെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കൊടകര ഷഷ്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. പാവറട്ടി കാക്കശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ എബിൻ ജോൺസണെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കാവടി സെറ്റുകൾ കൊടകര ടൌണിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹൈവേയിൽ നിന്നും വാഹനങ്ങൾ കൊടകര ഭാഗത്തേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം പാലിക്കാതെ ഇരുചക്ര വാഹനത്തിൽ വന്ന പ്രതി കൊടകര SHOയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും തള്ളിമാറ്റി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും മറ്റ് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ്. എബിൻ ജോൺസ് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ്. പുത്തൂർ മാന്നാമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മുട്ടംകുളം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത്. വനം വകുപ്പ് റെസ്ക്യൂവർമാർ എത്തി മ്ലാവിനെ കരയ്ക്കു കയറ്റി. റെസ്ക്യൂ വാച്ചർ ലിജോ, അജീഷ്, ആനന്ദൻ, മനു എന്നിവർ ചേർന്നാണ് മ്ലാവിനെ രക്ഷപ്പെടുത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 65 രൂപ കൂടി ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നെല്ലായിയിൽ വാഹനാപകടം, 6 പേർക്ക് പരിക്ക്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, 1.25 കോടി രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കരൂപടന്ന പാലപ്പുറക്കുന്ന് പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തം. കൊടകര ഷഷ്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. പുത്തൂർ മാന്നാമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മുട്ടംകുളം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.